നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊപ്പമുള്ളത് BJP-യുടെ യുവജന വിഭാഗത്തിൻ്റെ ശക്തനായ നേതാവ് ഷോൺ ജോർജാണ്. അവിടെ കോടാനുകോടികളുടെ ട്രാൻസാക്ഷൻ 2020 വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റുമോ, എന്നാലേ നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. ഈ ഒരു വർഷത്തിനിടയിലാണ് ഈ ട്രാൻസാക്ഷൻ അവിടെ സംഭവിച്ചത്. അപ്പം ഇതിൻ്റെ പ്രതിഫലമാണ് അതെന്ന് അറിയാൻ അരിയാകാരത്തിൽ നിന്ന് ആർക്കും മനസ്സിലാവും. പത്രങ്ങൾക്കുള്ള എരിവും പുളിയൊന്നും സപ്ലൈ ചെയ്യുന്നൊരു ഏജൻസി അല്ല SFI. ഈ കേരളം ഒരു മാഫിയയുടെ പിടിയിലാണ്, തൈക്കണ്ടി മാഫിയയുടെ പിടിയിലാണ്. നമ്മൾ പ്രിക്കോഷൻസ് എടുത്ത് പോകുന്നത് കാരണം ഏത് സമയത്ത് നമ്മൾ അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മയോ ക്ലിനിക്കിലാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നതും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു. അതായത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയൊരു വിവാദത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നടന്ന ഈ ഇടപാടുകൾ? ശരിക്കും ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കേസ്, പ്രത്യേകിച്ചും CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസിൽ എൻ്റെ പരാതിയിന്മേലാണ് SFI അന്വേഷണം നടക്കുന്നത്. SFI അന്വേഷണത്തിൽ പല ഘട്ടമായിട്ട് പറഞ്ഞാൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നറിയണം, 2 ഇതാരൊക്കെയാണ് ക്രൈം ചെയ്തതെന്നറിയണം, 3 എത്ര രൂപ ഇതിൽ നിന്നും കേരളത്തിന് നഷ്ടമായിട്ടുണ്ടെന്നറിയണം, ആ പണം ഈ രാജ്യത്തിന് തിരിച്ചു കിട്ടണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് 132 കോടി രൂപ മാത്രമാണ്. അതിൽ വീണ കൈപ്പറ്റിയിട്ടുള്ളത് രേഖപ്രകാരം 1.72 കോടി രൂപ മാത്രമാണ്. പക്ഷെ അവിടെ നിന്നും പോയിട്ടുള്ള മണലിന്റെ വാല്യുവേഷൻ എടുത്താൽ കരിമണലിന്റെ വാല്യുവേഷൻ 40,000 കോടിയാണ്. സോ ആ എമൗണ്ട് എവിടെ പോയി? അപ്പോൾ അത് കമ്പനീസ് ആക്ട് പ്രകാരം എൻ്റെ പരാതിയിൽ കൃത്യമായിട്ടുണ്ട്. ആ പണം തിരികെ കിട്ടാൻ വേണ്ട നടപടിയും സ്വീകരിക്കേണ്ടത് SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ വേണം. അപ്പോൾ ആ പണം എവിടെ പോയി? സ്വാഭാവികമായും കേരളത്തിൽ അവർ ഏത് അക്കൗണ്ട് പരിശോധിച്ചാലും ആ പണം ഉണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വൈഡായിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ എന്നോടൊപ്പം കേരള സമൂഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഒരു പറ്റം ആളുകൾ എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ആ തന്ന ഇൻഫർമേഷൻസിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലൊരു അക്കൗണ്ടും അക്കൗണ്ടിൻ്റെ ഉള്ളിൽ നടന്ന ട്രാൻസാക്ഷൻസും ഒക്കെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ അതുപോലെ ഈ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഈ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഹ്യൂജ് ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത്. ഒരിക്കലും 2021 നഷ്ടത്തിലായി അടച്ചുപൂറ്റിയ വീണയുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ അക്കൗണ്ടിനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വരെ ഒന്നുമില്ലാതെ എല്ലാം കൊണ്ടും അടച്ചുപൂട്ടി നശിച്ച് പാപ്പർ ഹർജി കൊടുത്ത് നിൽക്കുന്ന കമ്പനി അല്ലത്. അവിടെ കോടാനുകോടികളുടെ ട്രാൻസാക്ഷൻ 2020 വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നേ പറ്റുമോ, എന്നാലേ നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. ഇതിലിപ്പോ ഈ പ്രൈസ് വാട്ടർ കുപ്പ് കമ്പനിയിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം ഏറെ ചർച്ച ചെയ്ത SNC ലാവൽ കമ്പനിയിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വലിയൊരു അഴിമതിയുടെ ഒരു ചെറിയ സംഭവം മാത്രമാണ്. ഞാൻ അന്നും പറഞ്ഞിരുന്നല്ലോ, ഒരു മഞ്ഞുമലയുടെ മൂലമാണ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ വൈഡായി ഇനിയും അത് മുമ്പോട്ട് പോകാനുണ്ട്. ഇതിപ്പോൾ ഈ പ്രൈസ് വാട്ടർ കുപ്പർ കമ്പനിയിൽ നിന്ന് പൈസ വന്നു എന്ന് പറയുന്ന സമയത്ത് 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പൈസ വന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദ വിഷയമായിരുന്നു ഈ പ്രൈസ് വാട്ടർ കുപ്പർ കമ്പനിയായിട്ടുള്ള ഇടപാടുകൾ. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായിട്ട് നോക്കിയാൽ KFON, അതുപോലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ കൺസൾട്ടൻസി, അതുപോലെ സ്കൈ, ഇതിൻ്റെ എല്ലാം കൺസൾട്ടൻ്റായിട്ട് വന്നു. അവിടെ അവിടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വന്ന ആൾ തന്നെ വീണയുടെ കമ്പനിയുടെ മെൻറ്ററായിരുന്നു. ഈ കാലഘട്ടത്തിൽ 2018 ഡിസംബർ 1 അവരുമായിട്ടുള്ള കരാർ ഒപ്പിടുന്നത്. 2020 മാർച്ചിലാണ് ഇത് അവസാനിക്കുന്നത്. ഈ ഒരു വർഷത്തിനിടയിലാണ് ഈ ട്രാൻസാക്ഷൻ അവിടെ സംഭവിച്ചത്. അപ്പം ഇതിൻ്റെ പ്രതിഫലമാണ് അതെന്ന് അറിയാൻ അരിയാകാരത്തിൽ നിന്ന് ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ CMRLന്റെ പേരിൽ ട്രാൻസാക്ഷൻ നടക്കണമെന്നില്ല. അവിടെ ഈ പണം ഹ്യൂജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലല്ലേ ഇവിടെ നടത്തുന്ന അഴിമതിക്ക് അവിടെയാണ് പൈസ. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ കാര്യങ്ങൾ ചെയ്യുക. പണ്ട് സെക്രട്ടേറിയറ്റിൽ പരിപാടി ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥര് അകത്ത് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിന് പുറത്ത് ചായക്കട ചായക്കട പൈസ കൊടുക്കും. ഇപ്പൊ അതുപോലെയാണ് ദുബായ്. ഇവിടെ ചിട്ടി അടക്കുന്ന പരിപാടി, ചിട്ടി. അപ്പൊ അതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ പുറത്തെ പെട്ടിക്കട പോലെ ഇപ്പം ദുബായിലെ ആണ് ഈ ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം പണം മണി പാർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാണിത്.
ഇപ്പൊ ഞാൻ നമ്മൾ ഒരു 4 മാസം മുന്നേ ഈ വിഷയം സംസാരിക്കുന്ന സമയത്താണ് ഈ SFIയുടെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതൊക്കെ. ഈ SFIയുടെ അന്വേഷണം വളരെ സ്പീഡിൽ പോയി പെട്ടെന്ന് എവിടെയോ വെച്ച് ഇത് സ്റ്റക്കായത് പോലെയാണ് തോന്നിയത്. പിന്നീട് പല രാഷ്ട്രീയ സംഭവങ്ങളിലും പോലെ തന്നെ ഇതിലും എന്തോ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്ന് പറഞ്ഞ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ SFIയുടെ അന്വേഷണം നടക്കവേ തന്നെ ED ഈ കേസ് ഏറ്റെടുക്കുകയും ED കരിമണൽ കർത്തയെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയും 24 മണിക്കൂറൊക്കെ അവരുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഇലക്ഷന് മുന്നെയാണ്. അപ്പോൾ ഇലക്ഷന് മുന്നേ തന്നെ എന്തോ ഒരു നടപടിയിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഇതിലെന്തോ ഒരു സ്ലോ ആകുന്നൊരു രീതി കണ്ടു. പിന്നെ പെട്ടെന്ന് ഇന്നാണ് വീണ്ടും അത് വലിയ രീതിയിൽ ശക്തി ബാധിക്കുന്നത്. ഇതിനിടയിൽ എന്താണ് ഇത്ര ഒരു എവിടെയോ വെച്ചൊരു സ്ലോ ആയോ? ഞാൻ അങ്ങനെ കണ്ടുന്നില്ല. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ചും ഇതൊക്കെ ഹൈ ഒഫീഷ്യൽസ് ആണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പം SFIയുടെ ഇപ്പം അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ ആണെങ്കിലും ഹൈ ഒഫീഷ്യൽസ് ആണ്. അവരൊക്കെ ഈ എപ്പോഴും പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഏത് അലിഗേഷൻ വന്നാലും ഉടനെ പൊളിറ്റിക്സ് ആവും. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ. പിന്നെ SFI പ്രത്യേകിച്ചും അങ്ങനെ വളരെ സ്ലോ ആണ്. ഈ EDയുടെ ബഹളങ്ങളൊക്കെ EDയാണ് കുറച്ചുകൂടെ ബഹളമുള്ള ഒരു ഇതാണ്. പക്ഷെ SFIയോട് ഇന്ന് വരെയും ഫസ്റ്റ് 2 റെയ്ഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റേ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് റെയ്ഡും അതുപോലെ PCIT എന്നുള്ള ഡോക്യുമെന്റ്സ് അവർ എടുത്തതിന് ശേഷം അവർ സ്ലോ മോഡിൽ പോകുന്ന അവർ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചിടത്തോളം അവർ വളരെ ഈ ബഹളങ്ങളോ പത്രസമ്മേളനങ്ങളോ പത്രങ്ങൾക്ക് കൊടുക്കാൻ പത്രങ്ങൾക്കുള്ള എരിവും പുളിയൊന്നും സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി അല്ല SFI. 8 മാസമുണ്ട്, ഇനി 4 മാസം കൂടെ മിച്ചമുണ്ട്. ആ 4 മാസം കൊണ്ട് അത് എത്തേണ്ടടുത്ത് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ BJPയുടെ ഭാഗമാണ്. ഞാൻ BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എനിക്ക് എല്ലാ പിന്തുണയും ഞാൻ ഇന്ന് രാവിലെയും എൻ്റെ ചോദിക്കേണ്ട പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. അവർക്ക് എന്നോട് പറയാൻ വിഷമം വേണ്ട, എന്നോട് ഗോ ഹെഡ് എന്നല്ലാതെ ഒരു വാക്ക് ഈ നിമിഷം വരെയും എൻ്റെ പാർട്ടിയുടെ ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. അത് ഇവിടെ മാത്രമല്ല, സെൻട്രൽ ലീഡർഷിപ്പിലും ഈ വിഷയങ്ങളെല്ലാം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. ഞാൻ ഈ വിഷയം ഞാൻ പാർട്ടിയിൽ എന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു കേസ് ഗോ ഹെഡ് എന്ന് മാത്രം ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് ഉൾപ്പെടെ ഗോ ഹെഡ് മുമ്പോട്ട് പൊക്കോളൂ, അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, മുമ്പോട്ട് പൊക്കോളൂ, ആരും ഇതിന് നിങ്ങൾക്ക് തടസ്സമായി വരില്ല എന്ന വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഇത് വലിയൊരു നിയമ പോരാട്ടമാണ് നടത്തുന്നത്. പ്രത്യേകിച്ചിട്ടും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ അല്ലെങ്കിൽ മകൾക്കെതിരെയും ഒക്കെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഒരു സംഭവമാണ്. എവിടെയെങ്കിലും പാളിച്ച പറ്റി കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് പോകില്ല. മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാവും. കാരണം വെറും ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിലല്ലല്ലോ താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്ക് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൃത്യമായി രേഖകളൊക്കെ ഈ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് എന്ന് പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ പല തെളിവുകളും അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ഇതിൽ ഒരു സ്പീഡിലുള്ള ഒരു നീക്കം നടക്കാത്തെന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ജനം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ 50 പ്രാവശ്യം ഞാൻ ഇന്ന് മിനിങ്ങാന്നാണ് ഞാൻ IA ഒരു മാസം മുമ്പാണ് ഞാൻ EDക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇന്നലെയല്ല മിനിങ്ങാന്നാണ് SFIക്ക് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഒരു ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് ബോധ്യം ഉണ്ടാവണം. എനിക്ക് 100% ബോധ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അഭിഭാഷകൻ ഒരു കാരണവശാലും ഇത് പറയാൻ പറ്റില്ല, ഇതിപ്പോൾ വേണ്ട എന്നുള്ള നിലപാട്. കാരണം ഇത് ദൂരത്തിലിരിക്കുന്ന ഒരു സാധനം, ഇതിൻ്റെ ജെന്യൂനിറ്റി എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നു. അദ്ദേഹത്തെ തന്നെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അത്രയും സൂക്ഷ്മമായി പോയില്ലെങ്കിൽ നമുക്കിത് എവിടെ എത്താൻ കഴിയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ ജെന്യൂനിറ്റി ഉണ്ടാകണം, അത് പറയുന്നിടത്ത് തന്നെ നിൽക്കാൻ കഴിയണം, നമ്മുടെ കയ്യിലുള്ള രേഖകൾ സേഫായി എത്തുന്നിടത്ത് എത്തണം. ഞാൻ പറഞ്ഞു, എനിക്കിത് 1 മാസം മുമ്പ് പത്രസമ്മേളനം നടത്താമല്ലോ, നിങ്ങൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ കൊടുക്കും, ഇലക്ഷൻ്റെ സമയത്ത് ഇതിനേക്കാൾ കത്തുന്നതിനപ്പുറത്തേക്ക് പൊളിറ്റിക്സിനപ്പുറത്തേക്ക് കേരളം ഒരു മാഫിയയുടെ പിടിയിലാണ്, തൈക്കണ്ടി മാഫിയയുടെ പിടിയിലാണ്. അപ്പം അവിടെ നിന്നും ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ കൊള്ള തുടരുകയാണ്. ആ കൊള്ള അവസാനിപ്പിക്കേണ്ട ഒരു പൊതുപ്രവർത്തകൻ എന്നതിൻ്റെ കടമയാണ്. അതിന് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് തന്നെ പോകും. അങ്ങനെ പോയാലേ ഇത് ശരിയാവും. അപ്പോൾ നമുക്കറിയാം, ഈ BJPയിൽ താങ്കളും താങ്കളുടെ പിതാവ് PC ജോർജും ചേരുന്നു. തൊട്ട് പിറ്റേന്നും കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ തിരിച്ചെത്തുന്ന ആ ദിവസമാണ് SFI അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയപരമായ നീക്കമാണ് എന്നുള്ളായിരുന്നു CPMന്റെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വീണ തൈക്കണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലൊക്കെ CPM നേതൃത്വം തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ശക്തമായി നിന്നു. പിന്നീട് നമ്മൾ കാണുന്നത് CPM നേതൃത്വം അതിൽ നിന്ന് വളരെ പിറകോട്ട് പോയി വരുന്നതാണ്. ഇപ്പൊ പിന്നെ ചില വിവാദങ്ങളിലൊന്നും അവരാരും മറുപടി പോലും പറയാത്ത അവസ്ഥയിലേക്ക് മാറി.
എന്തായിരിക്കും CPM ഇത്തരത്തിലൊരു വിഡ്രോവൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ സത്യമുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ 1995-96 കാലഘട്ടം മുതൽ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ സജീവമായിട്ട് നിൽക്കുന്നതാണ്. ഒരു 10 വർഷക്കാലം, 10 അല്ല, ഏറെക്കുറെ 14 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജോസഫ് ഗ്രൂപ്പുമായിട്ട് കേരള കോൺഗ്രസുമായി നിന്ന ആളാണ്. എനിക്ക് എല്ലാവരുമായിട്ട്, ഇപ്പൊ ഈ മന്ത്രിസഭയിലുള്ള എല്ലാവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധം, എന്നെ ചാക്കോച്ചാന്ന് വിളിക്കുന്ന മന്ത്രിമാരാണ് ഇതിനകത്തുള്ളത്. അത്രയും എന്നോട് സ്നേഹമുള്ള ആളുകളുണ്ട്. ബേസിക്കലി പലരോടും പേഴ്സണലായിട്ട് സംസാരിക്കാം, കാരണം പേര് ഞാൻ കോട്ട് ചെയ്യുന്ന ശരിയല്ല, അവരൊക്കെ ആ പാർട്ടി നിൽക്കുന്നതാണ്. പക്ഷേ മന്ത്രിമാരല്ല കേട്ടോ, മന്ത്രിമാരുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടില്ല. പക്ഷേ CPM-ന്റെ നേതാക്കന്മാർ സംസാരിക്കുന്നവരെല്ലാം അവരെല്ലാം മാനസികമായി എന്നെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല, കാരണം അവരുടെ പാർട്ടി ജനഹൃദയങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ നടപടി ഉണ്ടാകുന്നില്ല, മുഖ്യമന്ത്രി മാറുന്നില്ല എന്നൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഇത് കണ്ടു മടുത്തിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയോ, CPM-ന്റെ സീറ്റ് എങ്ങനെയാണ് 1-നേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ നിഷ്പക്ഷമായ വിലയിരുത്തൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്നവർ ഈ പ്രാവശ്യം മാറി വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ പ്രാവശ്യം BJP-യുടെ വോട്ടിന്റെ വർധനവ്, എത്ര സീറ്റ് എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കാണുമെങ്കിൽ പോലും BJP-യുടെ വോട്ട് ഷെയറിലുള്ള വർധനവ് അത് CPM-ന് വന്ന നഷ്ടവും, CPM-നുള്ളിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള വലിയ എതിർപ്പും, നമ്മുടെ ഇവിടെ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും നീ ചെയ്യുന്നത് നല്ലതാ, അങ്ങനെ ഈ പാർട്ടി രക്ഷപ്പെടുമോ എന്നുള്ള സംശയം. യഥാർത്ഥത്തിൽ അവർ പറയാറുണ്ട്, നീ പോരാടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ തിരിച്ചും പറയാറുണ്ട്, ഇയാളെ ഇറക്കി വിട്ടാൽ ഈ പാർട്ടി നന്നായി പോവോ എന്ന് ചിന്തിക്കുന്ന ആള്. പക്ഷെ നമ്മളിതിൽ കാണേണ്ടത്, ഇപ്പൊ നോക്കൂ, ഇന്ന് താങ്കൾ പുറത്തുവിട്ടൊരു വിവരം വെച്ചാണെങ്കിൽ എത്രയോ വർഷം മുന്നേ കേരളം വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയാണ് ലാവ്ലിൻ കേസ്. ഈ ലാവ്ലിൻ കേസിൽ ഇന്നേ വരെ പിണറായി വിജയനൊന്ന് ചോദ്യം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായ ഒരു തരത്തിലും കോടതിക്ക് മുന്നിൽ പോലും വരേണ്ടി വന്നിട്ടില്ല പിണറായി വിജയൻ. അത്രയേറെ ശക്തനായ ഒരു നേതാവിനെതിരെയാണ് മറ്റൊരു കേസുമായി താങ്കൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എത്രത്തോളം വിജയത്തിൽ എത്തിക്കാൻ പറ്റുന്നു? ഈ ലാവ്ലിൻ കേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. ഇപ്പൊ ചർച്ചയിൽ ഇപ്പോൾ വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ അവർ തർക്കിക്കും. പക്ഷേ ഇവിടെ എനിക്ക് പറയാമല്ലോ, ലാവ്ലിൻ കേസിൽ ഞാൻ പറഞ്ഞത്, ഈ കേസിൽ തന്നെ ഈ കേസിനെ ദുർബലപ്പെടുത്താനുള്ള പല കേസുകളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. ഈ ലാവ്ലിൻ കേസിന്റെ സമയത്തും ഞാൻ ഇപ്പോഴും പറയാം, ലാവ്ലിൻ കേസിൽ ക്ലീൻ ആയിട്ടുള്ള എവിഡൻസ് ഇപ്പൊ ഇതൊരു എവിഡൻസ് ആണ്, പണം വന്നെന്നുള്ളത് ഒരു എവിഡൻസ് ആണ്. ലാവ്ലിൻ കേസിന്റെ പല ഘട്ടത്തിലും പുറത്തുനിന്നും കേസുകൾ നൽകുന്ന പ്രതീതിയിൽ ഇൻസൈഡ് തന്നെ പർച്ചേസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും അതിനെ പല ഘട്ടത്തിൽ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, കേസിനെ തിരിച്ചുവിടാം. ഈ കേസിനെ തന്നെ എടുത്തു നോക്കൂ, ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ എന്തുമാത്രം ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ പർച്ചേസബിൾ അല്ലാത്ത ഒരാളുള്ളത് കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ 1000 ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, 1000 ശ്രമങ്ങൾ. ഈ KSIDC കേസ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 100% അല്ലേ. ഇപ്പൊ നാളെ KSIDC, നാളെ ഞാൻ കൊടുത്ത കേസ് നിൽക്കുന്നു, KSIDC കൊടുത്ത കേസ് നിൽക്കുന്നു, ഡൽഹി ഹൈക്കോടതിയിൽ നാളെ തന്നെ CMR-ൽ കൊടുത്ത കേസ് ഇതേ സമയത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു അഭിഭാഷകനാണ്, എൻ്റെ പുറകിൽ ഒരു ഓഫീസ് സംവിധാനമുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ അഭിഭാഷകരുണ്ട്, എനിക്ക് നിയമോപദേശം നൽകാൻ നിരവധി സീനിയർമാർ എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ അഭിഭാഷകൻ, അദ്ദേഹം കോർപ്പറേറ്റ് രംഗത്തൊരു അതിവിദഗ്ധനാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം നിന്നില്ലെങ്കിൽ ഇതൊരു സാധാരണക്കാരൻ വന്നിട്ട് എങ്ങനെ ഒരു ദിവസം ഹൈക്കോടതി ഇവിടെ ഒരു കേസ്, നാളെ ബാംഗ്ലൂർ ഒരു കേസ്, നാളെ കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു കേസ്, ഡൽഹി കേസിൽ നാളെ ഞാൻ ഇംപ്ലീഡ് ചെയ്ത് കയറുകയാണ്. ഒരു സാധാരണക്കാരൻ എങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ പോയി അവിടെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു വലിയ സംവിധാനത്തിനോട് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ പലരും കാല് കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ലാവ്ലിൻ കേസിലൊക്കെ നമ്മുടെ ക്രൈം നന്ദകുമാർ, അദ്ദേഹം വലിയ രീതിയിൽ ഫോളോ ചെയ്ത ആളാണ്. തോറ്റു പിന്മാറുമാർ. ഈ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീ മുഹമ്മദ് റിയാസ് ആണ് കയറി അടിച്ച് നശിപ്പിച്ച് കത്തിച്ച് കളഞ്ഞു. എന്തുമാത്രം ഡോക്യുമെന്റ്സ് അതിനകത്ത് പോയെന്നറിയും. ഞാൻ പറഞ്ഞത് അത്രയും, അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രിക്കോഷൻസ് എടുത്ത് പോകുന്നത്. കാരണം ഏത് സമയത്ത് നമ്മൾ അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാര്യവും എൻ്റെ കിട്ടുന്നതിന് മുമ്പ്, ജനം അറിയുന്നതിന് മുമ്പ്, മാധ്യമങ്ങൾ അറിയുന്നതിന് മുമ്പ് ഞാൻ കോടതിയിൽ എത്തിക്കാറുണ്ട്. എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കോടതിയിൽ സേഫാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വളരെ പ്ലാൻഡ് ആയിട്ട് പോയില്ലെങ്കിൽ ഇത് എവിടെ എത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ ഈ വിദേശത്ത്, അതായത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലാണ് ഈ അക്കൗണ്ട് ഉണ്ടായെന്ന് പറയുന്നു, ഈ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ പണം വന്നതെന്ന് പറയുന്നു.
ഈ സമയത്ത് അവരുടെ പിന്നെ മുൻ ബന്ധുവായ ഒരാൾ കൂടി ഇതില് പിന്നെ ഈ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണല്ലേ ഇവർ ഇവിടെ വന്ന് എക്സാലോജിക് എന്നുള്ള പിന്നീട് ഒരു കമ്പനി ആരംഭിക്കുന്നത്. ഇപ്പൊ അവിടെ കൺസൾട്ടൻസി ആയിരുന്നു, ഇവിടെ കമ്പനി ആയത്. ഇപ്പൊ ഇത്തരത്തിലുള്ള രേഖകളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വലിയൊരു സംഘം താങ്കളെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. മലയാളി ലോകത്ത് എവിടെയും ഉണ്ടല്ലോ, എല്ലായിടത്തും മലയാളികളുണ്ട്. കാരണം 20 ക്രോസ് ചെയ്തെന്ന് പറയുന്നത്, ക്രോസ് ചെയ്താണ് ഈ 4 വർഷത്തിന് ശേഷം എടുക്കുന്നത്. എനിക്ക് ഈ വിവരം കിട്ടിയിട്ട് തന്നെ വർഷങ്ങളാണ്. പക്ഷേ അതിലേക്ക് SLC ലാബിലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്രമല്ല ഇത് പുറത്ത് പറയണം. ഞാൻ പറഞ്ഞില്ല, ഇത് പുറത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞാനിത് ഓൺ ചെയ്യാണ്, ഞാൻ പറയുന്നു ഇതുണ്ട്. എന്നോട് എല്ലാവരും ചോദിച്ചത് നിങ്ങളിൽ എന്തുണ്ട്, എനിക്കുണ്ട് എന്ന് എനിക്കറിയാം. അത് ഇനി ഏജൻസിയാണ് വിളിക്കേണ്ടത്. ഞാൻ ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു കൊടുത്താൽ നിങ്ങൾ സമ്മതിക്കൂ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. അത് രേഖാപരമായി വരണം. എനിക്ക് ബോധ്യമുള്ള, എനിക്ക് 100% കണ്ട് ബോധ്യമുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രെസ് എടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത്രയും ആളുകൾ നമ്മളെ ഈ മലയാളികൾ എന്ന് പറയുന്ന വർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് എന്റെ നാടിനെ കട്ടുമുടിക്കുന്ന ഒരാളുടെക്കെതിരെ നിൽക്കാൻ മലയാളിക്ക് ഒരു പ്രവണത, ആ പ്രതിപക്ഷ മനസ്സ് കൃത്യമായി എന്നെ ഈ കേസിൽ പല ഘട്ടത്തിൽ പലരും സഹായിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി ഈ 8 വർഷത്തിനിടയിൽ നടത്തിയ ഒരുപാട് വിദേശയാത്രകളുണ്ട്. പലതും മറുപടി പറയാത്ത ചില വിദേശയാത്രകൾ. ഇപ്പം തന്നെ മുഖ്യമന്ത്രി തിരിച്ചെത്തിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള 5 ദിവസം കട്ട് ചെയ്തു. പിന്നെ പറയുന്ന പോകാതെയല്ല പോകുന്നത്, ഒരു കൃത്യതയില്ലാത്ത പോക്കും വരവൊക്കെയാണ്. പല സ്ഥലങ്ങളിലും പോകുന്നു എന്ന് പറയുന്നു, പോകുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്ന് പറയുന്നു, പക്ഷെ അവിടെ ഉണ്ടാകുന്നില്ല. ഇതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട്. ഇതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാവണ്ടേ? ശരിക്കും നമ്മളുടെ മുഖ്യമന്ത്രിയാണ്, നേതാവല്ല. അമേരിക്കയിലെ ഇടപാടുകൾ ഒത്തിരി ദുരൂഹമാണ്. ഈ അക്കൗണ്ടിൽ നിന്നും പണം നല്ലൊരു ശതമാനവും പോയിട്ടുള്ളത് US അക്കൗണ്ടിലേക്കാണ്. അത് ഏതെങ്കിലും വ്യക്തിയുടെയാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ? വ്യക്തികളുടെ അക്കൗണ്ടാണ്. വ്യക്തിഗത അക്കൗണ്ടിലേക്കാണ് US പോയത്. അപ്പോൾ ഈ മയോ ക്ലിനിക്കിലാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നതും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ US ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം പോയി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ശിഷ്ടകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പദ്ധതിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷെ ഇതെന്തുകൊണ്ടാണ് ഇത്രയും ദുരൂഹമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ യാത്രകളെന്നും കൃത്യമായ ഒരു എൻക്വയറിയിലേക്ക് വരാത്തത്? അത് എനിക്ക് ഉത്തരവുള്ള കാര്യമല്ല. അല്ല, മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന്റെ പുറകിൽ ഈ കച്ചവടം ബന്ധപ്പെടാനുള്ള നമുക്ക് അല്ലാതെ മുഖ്യമന്ത്രിമാരെന്ന് മാത്രമല്ല മന്ത്രിമാരും വിദേശങ്ങളിൽ സ്ഥിരമായി പോകണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ പോയി കണ്ടു പഠിക്കട്ടെ. പല രാജ്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. ഇതിന്റെ 10-1 റിസോഴ്സസ് ഇല്ലാത്ത, ഇതിന്റെ 10-1 കപ്പാസിറ്റി ഇല്ലാത്ത, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ പൊട്ടൻഷ്യൽ ഇല്ലാത്ത രാജ്യങ്ങൾ വികസിച്ചത് ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിൽ നിന്നും ആ രാജ്യങ്ങൾ വളർന്നതൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പലരും പോയി കാണേണ്ടത്. അതുകൊണ്ട് എല്ലാവരെയും പല രാജ്യങ്ങളിൽ കൊണ്ട് സന്ദർശിക്കണം എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഈ ക്യാപിറ്റലിസത്തിനെതിരെ സ്ഥിരമായി പ്രസംഗിക്കുന്ന ഇവര് സ്ഥിരമായി യൂറോപ്പിലും അമേരിക്കയിലും കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്താണ് അതിന്റെ ഗുണമെന്നും ഇവന്മാരിവിടെ ഭരിച്ച് എന്താക്കിയെന്നും എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം പോലുള്ള തൃശ്ശൂർ പോലുള്ള സിറ്റികളെല്ലാം യഥാർത്ഥത്തിൽ ഒറ്റ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്കത്തിലാണ് ഇല്ലാതായി. ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് രാജീവ് സാർ അദ്ദേഹം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അദ്ദേഹം അവിടെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മിനിങ്ങാന്ന് അതായത് 200 കോടി രൂപ തിരുവനന്തപുരത്തിന്റെ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കാഴ്ചപ്പാടുള്ള നേതാക്കൾ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ പറയുന്നത്, കേരളത്തിലുള്ള ഈ വെള്ളപ്പൊക്കം 2018 ഉണ്ടായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ ചേർന്ന് വലിയ വിദേശയാത്രകൾ ആംസ്റ്റർഡാമിൽ പോയി, ഡെൻമാർക്കിൽ പോയി. അപ്പോൾ റൂം ഫോർ റിവർ എന്നുള്ള വലിയൊരു പദ്ധതി, നെതർലാൻഡിൽ പോയി റൂം ഫോർ റിവർ എന്നുള്ള പദ്ധതി. ഇപ്പൊ അവസാനം എല്ലാ റൂമും ഇപ്പൊ റിവറായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ആ പ്രളയകാലത്ത് ഒഴുകിയെത്തിയ കോടാനുകോടികളുടെ പണം പ്രളയ ദുരിതാശ്വാസത്തിന് എത്രമാത്രം ചെലവഴിച്ചു. അതിനുശേഷം ഇനിയൊരു പ്രളയമുണ്ടായാൽ അതിനെ നേരിടാനുള്ള പ്രിക്കോഷൻ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഞാൻ പറയാം. ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാ പഞ്ചായത്തും ഉൾപ്പെടെ ഓറഞ്ച് ബുക്ക് അവർ കൃത്യമായി ഒരു വെൽ സ്റ്റഡി നടന്നിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് വരുമ്പോൾ ഈ പണം മാറ്റിക്കണം. പണമില്ല. ഇതൊക്കെ ഇപ്പൊ റൂം ഫോർ റിവർ ഇതിൻ്റെയൊക്കെ പദ്ധതി തയ്യാറായി അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ സർക്കാരിൻ്റെ പണമില്ല. ഈ വിദേശയാത്രക്കെല്ലാം പണം ഉണ്ട് താൻ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മന്ത്രിമാർ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്ത ഒരു ജീവിതം. ഈ താങ്കൾ ഉയർത്തിയിരിക്കുന്ന വിവിധങ്ങളായ ചില വലിയ അഴിമതി കേസുകളുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുകയും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ ചിലപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മറ്റൊന്നാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഇത്തരം അഴിമതി ആരോപണങ്ങൾ സത്യമാണെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
അതിന്റെ പ്രധാന ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJP തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്ന പാർട്ടിയാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. അതിന് അങ്ങനെ ഒരു ഗുണത്തിലേക്ക് എത്തിക്കാൻ താങ്കളുടെ ഈ പോരാട്ടം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതൃത്വമായി സംസാരിച്ചു തന്നെയാണ്. അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് ഗുണകരമാക്കാം, ഇത്തരം വിഷയങ്ങളെ പാർട്ടിക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഇവിടെ ശക്തമായ നിലപാടെടുത്ത് നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് BJP എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ പോരാട്ടം ഉപകരിക്കുമെങ്കിൽ എനിക്കത് വലിയ സന്തോഷമാണ്.